ഷാജി എന്തിനാണ് എന്താണ് എന്താണ് എന്തിനാണ് എന്തിനാണ് സാധനം എന്തിനാണ് വിൽക്കാൻ വേണ്ടിട്ട്? അപ്പൊ പ്രിയപ്പെട്ട ചങ്കളെ, നമ്മുടെ ഷാജി ചേട്ടൻ കൈയോടെ അങ്ങോട്ട്, നമ്മുടെ ഷാജി ചേട്ടന്റെ കട നമ്മുടെ കുന്നത്തുകാലിൽ ഇപ്പൊ തുടങ്ങിയില്ലേ? കുന്നത്തുകാലിൽ തുടങ്ങി. നാറാണിയിലാണ് ഇപ്പൊ ഞാൻ ഉള്ളത്. അദ്ദേഹത്തിന്റെ എന്തോന്നാണ് നമ്മളെ നീലേഷി, ശ്രീ നീലേഷി വെൽഡിംഗ് വർക്ക്ഷോപ്പിലാണ് ഞാൻ ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഇത് അറപ്പത്തി. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്? നമുക്ക് ഒന്നൊന്നായിട്ട് എല്ലാ സാധനവും. ഇത് പുല്ലറപ്പത്തിയുടെ പുല്ലറപ്പത്തി. ഇതെന്ത് എന്ത് വെട്ടുപിച്ചാതി എന്തായാലും മതി. തോട്ടക്കത്തി. ഏട് സാധനം വലിച്ചു വരുവാ അങ്ങോട്ട് എട്ടി പിരിത്തോടാ. ഇതെന്തോന്ന് സാധനം? മരം വെട്ടി കത്ത്. ഓക്കെ. കൊലയാർക്കണ കത്തികള്, കൊലയാർക്ക കത്തി വെളിയിലുണ്ട്. ഇതാ കിടക്കുന്നു. എല്ലാ വാള് പിച്ചാത്തിയാണ് കേട്ടോ. എല്ലാ ചങ്കുകൾക്കും നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന നാറാണിയിലാണ് കേട്ടോ. നമ്മുടെ നീലകേശി എൻറ്റിറ്റീസ് എന്ന കമ്പനിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിച്ചാത്തികളുടെ പല മോഡലും ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപന അറപ്പത്തി, വെട്ടോത്തി, അങ്ങനെയുള്ള ഒരുപാട് ശേഖരണങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഇപ്പോൾ കുന്നത്തുകാലിലും ആരംഭിച്ചിട്ടുണ്ട്. ഷാജിയേട്ടോ, എന്താണ് വർക്ക്? എന്താണ് വർക്കുകൾ? പിച്ചാത്തി ഉണ്ട്. എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ആൾക്കാർക്ക് കൊടുക്കാൻ? അത് കട്ട് ചെയ്തോ സാധനം കട്ട് ചെയ്തോ? എങ്ങനെയാണ് നമുക്ക് ജനങ്ങൾക്ക് കാണിച്ചു? അതായത് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലാണ് നമ്മുടെ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. നമ്മളെ പിച്ചാത്തി ആയിരുന്നാലും വെട്ടോത്തി ആയിരുന്നാലും അലമാരയും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇവിടെ കിട്ടുന്നത് മൊത്തത്തില് ജനങ്ങൾക്ക്? ഇവിടെ എല്ലാ പിച്ചാത്തി മോഡല് നമ്മൾ അടിച്ചു കൊടുക്കണം. അതെ. അപ്പോൾ അലമാരകൾ പല മോഡൽ അലമാര ചെയ്തു കൊടുക്കണം. അതെ. പല മോഡൽ അവർ പറയുന്ന ഓർഡർ ചെയ്തു കൊടുക്കും. വെളിയിൽ കിടക്കണം. അലമാര ചെയ്യാനുള്ള തകിടാണ് ഇതാ കിടക്കുന്നത് കേട്ടോ. ഓക്കെ. എല്ലാ മോഡലും നമ്മൾ ചെയ്തു കൊടുക്കും. ഈ തീയെത്തുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഉരുക്കുക. പോവാം. മേസിന് വന്നില്ല. ഓക്കെ. അപ്പൊ പ്രിയപ്പെട്ടവർ, അദ്ദേഹത്തിന്റെ പണിസ്ഥലം ഇതാണ്. നാറാണിയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യമായിട്ട് അയാൾ സ്ഥാപനം. എവിടെയാണ് ആദ്യമായിട്ട് തുടങ്ങിയ? എവിടെയാണ് ആദ്യമായിട്ട്? നാറാണി തന്നെ. ഇപ്പൊ അത് കുന്നത്തുകാലിലോട്ട് ആക്കിയിട്ടുണ്ട്. കുന്നത്തുകാലിൽ നമ്മുടെ അമരവിള റോഡിലോട്ട് തിരിയുന്ന സമയത്ത് ആട്ടോ സ്റ്റാൻഡിന്റെ സമീപത്തായിട്ടാണ് ഷാജി ചേട്ടന്റെ ഒരു അലമാരക്കട അല്ലേ? ഒരുപാട് അലമാരകളും എന്തൊക്കെയുണ്ട് ആ സ്ഥാപനത്തിൽ? എന്തൊക്കെ കിട്ടും ഇവിടെ കിട്ടുന്ന എല്ലാ ഐറ്റവും അവിടെയും കിട്ടും. ഓക്കെ. അപ്പൊ പുള്ളി പാരമ്പര്യ തൊഴിലാണ്. അവരുടെ കുടുംബപരമായിട്ട് ആലപ്പണിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ടും കൂടെ ഇറങ്ങാം. എന്തായാലും ഇറങ്ങാത്തൊരു പാടുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ ഒരു ആല. അപ്പോ തീയില്ല ഇന്നില്ല, മേസ്തിരിയില്ല, ആലപ്പണിയില്ല. ഇന്ന് ആലപ്പണി തിങ്കളാഴ്ചയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും കുലത്തൊഴിൽ പോലെ പണ്ട് എങ്ങനെയാണോ കരിയില് ചെയ്യുന്നത്, എന്തായാലും ഈ കത്തിയും നിങ്ങളതിന് വാങ്ങിക്കുന്ന വെട്ടോത്തിയും അതുപോലെ തന്നെ അറപ്പത്തി ഗ്യാരണ്ടിയാണ്. എല്ലാം ഒറിജിനൽ പ്ലേറ്റ് ആണ്. അതിൽ തന്നെ അടിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ പറയട്ടെ, നമുക്കിപ്പോ ഒരു ഓർഡർ അനുസരിച്ച് ഇപ്പൊ വലിയ വെട്ടോത്തി വേണം, ചെറിയ വെട്ടോത്തി വേണം, അറപ്പത്തി, കൈവാക്കിലുള്ള സാധനങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അലമാര അതുപോലെ ചെയ്തു കൊടുക്കും. എത്ര തട്ട് വേണം, ഏത് രീതിയിൽ വേണം. അപ്പൊ നമ്മൾ കല്യാണത്തിന് മറുപടിക്ക് കൊടുക്കാൻ അതിനൊക്കെ അത് ചെയ്തു. ഓക്കെ. അപ്പം വേറെ പൊതുവായിട്ടുള്ള എല്ലാ ഐറ്റംസുകളും ആലപ്പണിയുടെ എല്ലാ സാധനവും ചെയ്യും. എല്ലാ പുളിക്കുത്ത് മുതല് എല്ലാ പണി വരെ ചെയ്തു. എന്നാലും ഒന്നൊന്നായിട്ട് പറയണേ എന്തൊക്കെയാണ് ചെയ്യണേന്ന്. വെട്ടോത്തി, കോടാലി, നമ്മാട്ടി, പിക്കാസി, പിന്നെ പിച്ചാത്തി ആയിട്ട് എല്ലാം പിച്ചാത്തി ആയിട്ട് മറ്റേ പിച്ചുവാക്ക് അങ്ങനെ ഒന്നല്ല, അരിച്ചു പിച്ചാത്തി, ഇങ്ങനെ വെട്ടി പിച്ചാത്തി ഇങ്ങനെയുള്ള ഐറ്റം. അതെ. പിന്നെ ഏറ്റവും കൂടുതൽ അലമാരയാണ്. ഏത് മോഡൽ അലമാരയാണ് ചെയ്തു കൊടുക്കും. കമ്പ്യൂട്ടർ അലമാര, ഏത് അലമാരയാണ്, ഡ്രൈവർ ബുക്ക് അലമാര, ഇതെല്ലാം ഇവിടെ ചെയ്തു കൊടുക്കണം. ഈ എല്ലാ വർക്കും ഇവിടെ വെച്ചാണ് നടക്കുന്നത്. നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആസ്ഥാന മന്ദിരം ഇത് തന്നെ. അപ്പൊ ഇവിടെ വെച്ചാണ് കേട്ടോ എല്ലാ വർക്കും ചെയ്തു പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ സ്കൂളുകളിലും അല്ലേ കേട്ടോ, സ്കൂളുകൾക്ക് വേണ്ടിയിട്ടുള്ള മേശ, അതേപോലെ ട്യൂഷൻ സെന്ററിലേക്ക് വേണ്ടിയിട്ടുള്ള മേശകള്, അലമാരകള്. GST ബില്ലും ഉണ്ട്. ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനമാണ്. എല്ലാം ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എപ്പോഴും തിരക്കാണ്. പണിക്കാര് ഇന്നില്ല, കാരണം തിങ്കളാഴ്ച അദ്ദേഹം വരുള്ളൂ. അപ്പം അലമാര അടിക്കാനുള്ള സ്റ്റീലും സാധനങ്ങളെല്ലാം കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനിയുള്ള
കുറഞ്ഞതുകൊണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തു കൊടുക്കും. ആ ആ തീർച്ചയായിട്ടും ഈ അലമാര അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ചന്തനൊക്കെ വാങ്ങുന്ന അറപ്പത്തിയൊക്കെ നല്ല രീതിയിൽ ഉരുക്കിൽ ചെയ്തു കൊടുക്കുന്ന സാധനമാണ്. കാരണം ഒരു പറ്റീരുമില്ല. അപ്പൊ വളരെ പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിയോടുകൂടി ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാവിലെ ഇപ്പോൾ വന്നത് നമ്മുടെ ഷായിച്ചേട്ടൻ്റെ കടയിലാണ്, നാറാണിയിലാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഞാൻ ഇതിനു മുന്നേ എടുത്തൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ഈ പറയും പോലെ പിച്ചാത്തി മുതൽ പുളി എടുക്കുന്ന പിച്ച അതില്ലേട്ടാ പുളിക്കുത്തി മുതൽ വക്കാണ് മുതൽ അങ്ങ് അറ്റ അലമാര, വലിയ അലമാര വരെയും ഒക്കെ അദ്ദേഹം ചെയ്തു കൊടുക്കുന്നു. അയാളുടെ കുടുംബപരമായിട്ട് സ്വയം തൊഴിലാണ് ഇത് ആലപ്പണി ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുന്നത്തുകാലിലും നാറാണിയിലും അദ്ദേഹത്തിന്റെ സ്ഥാപനമുണ്ട്. ആർക്കെങ്കിലും എത്തരത്തിലുള്ള സാധനം വാങ്ങണമെങ്കിൽ ഏണി ആയിട്ടുണ്ട്. ആ തീർച്ചയായിട്ടും ഏണി അറിയാലോ, നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ മരത്തിലൊക്കെ കയറാൻ വേണ്ടി എത്ര പൈത് വേണമെങ്കിലും അവർ ചെയ്ത് തരും. അപ്പൊ അത്തരത്തിൽ എല്ലാ വർക്കുകളും ചേട്ടാ ഓ അതായത് ഗേറ്റ് ഷട്ടർ മറ്റേ റൂഫ് അടി ഓക്കെ. അപ്പൊ വേറെ എന്താണ് ഇനി പറയാനുള്ളത്, ഇനി കൂടുതലായിട്ടുള്ളത്? അതായത് നമ്മുടെ ഈ കാർ ഷെഡ്, മേളിലുള്ള റൂഫ് അപ്പൊ എല്ലാവർക്കും അതായത് ചുരുക്കി പറഞ്ഞ ആലപ്പണി ചെയ്യുന്നതിന്റെ എ മുതൽ ഇസെറ്റ് വരെ എന്നെക്കൊണ്ട് കഴിവുള്ള എല്ലാ പണിയും ഞാൻ ചെയ്യും. ഓക്കെ ഗുഡ്. അലമാര പണി വരെ റൂഫ് വരെ എല്ലാ പണിയും ചേട്ടാ. അപ്പൊ റേറ്റൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യൂലേ നമ്മള്? ഉറപ്പായിട്ട് നമ്മൾ മറ്റേ കടയിലെ കാട്ടി ഇവിടെ 1000 രൂപ 1500 കുറച്ചാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ ഏട്ടാ. പെട്രോൾ ചില അങ്ങനെയാണ്. 2000 പെട്രോൾ 1500 1300 കൊടുക്കുന്നത്. 1300 വെട്ടിട്ട്. അപ്പൊ ഈ തൊഴിലുറപ്പിനുള്ള നമ്മാട്ടികളൊക്കെ എത്ര സ്റ്റാർട്ടിംഗ് ഉണ്ട്? 400 450 സ്റ്റാർട്ടിംഗ് ലെവല് 400 മുതലുണ്ട് അങ്ങോട്ട്. അത് കഴിഞ്ഞ് ഈ ചെറിയ പിന്നെ അറപ്പത്തിയൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിങ്? അതേപോലെ തന്നെ നമ്മുടെ ഈ അലമാര സ്റ്റാർട്ടിംഗ് ലെവൽ എത്ര തൊട്ട് പോകും? 4000 മുതൽ അലമാര പോകും. പിന്നെ കിലോ കണക്കാണ്, കിലോ വെയിറ്റ് നോക്കിയാണ് നമ്മൾ സാധനം കൊടുക്കുന്നത്. ഓക്കെ. ആ അപ്പൊ അതിനുള്ള അനുസരിച്ചാണ് നമ്മൾ വില പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ വരിക, അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെത്തുക. തീർച്ചയായിട്ടും അദ്ദേഹം റേറ്റൊക്കെ മാന്യമായിട്ട്, മറ്റുള്ളവരെ പോലെ കൊള്ള രൂപയൊന്നും വാങ്ങുന്നവരല്ല, മാന്യമായിട്ടുള്ള രൂപ വാങ്ങുന്നു. അപ്പൊ ചേച്ചിയുടെ ഓക്കെ അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും. ഇനി ഓണമാണ് വരാൻ പോണത്. അപ്പൊ ഓണത്തിന് അലമാര ആളുകൾക്ക് വേണ്ടി വരും